നിലവിൽ ഭരണത്തിൽ തൃപ്തിയുണ്ടോ? 5 വർഷം ഓരോരുത്തർ ഇങ്ങനെ മാറി 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 ഭരിക്കുന്നതല്ലാതെ നാടിനൊരു ഒരു മാറ്റം വരുന്നുണ്ട്. ചെറുപ്പക്കാർ മാത്രമല്ലല്ലോ, രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരും ഇപ്പൊ BJP-യിലേക്ക് ഒഴുകുമല്ലേ. നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രം തന്നെ ഭരിക്കണം, ഇനിയും ഭരിക്കണം. BJP എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് വലിയ ആൾക്കാരും ആകർഷിക്കപ്പെടുന്നുണ്ട്. നമ്മൾ കാണുന്നല്ലേ വികസനങ്ങൾ, എവിടെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന വികസനങ്ങളുടെ കാര്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. BJP അവരെന്തെങ്കിലും ചെയ്യുന്നുള്ളൊരു വിശ്വാസമുണ്ടോ? ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ഇതാ, തുറന്നിടുന്നു കഴിഞ്ഞു മെയിൻ്റെനൻസ് ഒരു പരിപാടി. BJP-യുടെ ആ ഒരു മുന്നേറ്റം പലയിടത്തും നടക്കുന്ന ആ ഒരു വികസനം പ്രതീക്ഷിക്കുന്നു, അതിൽ വിശ്വസിക്കുന്നു. അത് കൂടുതലും ലേഡീസാണ്. ഞങ്ങള് എല്ലാരും ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് BJP-ക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മറ്റുള്ളവരെ ഭരണം കണ്ട് ആൾക്കാർക്ക് മടുത്തിട്ടുണ്ടാവും തീർച്ചയായിട്ടും. തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്തോറും ഓരോ മനുഷ്യനും ഓരോ തരത്തിലുള്ള ചിന്തയിലാണ്. അതായത് LDF-ഉം UDF-ഉം ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ മൂന്നാമതൊരു മുന്നണിക്ക് സ്ഥാനമുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അതായത് BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ? ഈ ചോദ്യം പലയിടങ്ങളിലായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അതിന്റെ കാരണം ഇതാണ്, ഒരു വിഭാഗത്തിലുള്ള യുവാക്കൾ മുഴുവൻ ഇപ്പോൾ ഈ അടുത്ത സമയത്തായി BJP-യിലേക്ക് മാറുന്നതിനൊരു സാധ്യത കണ്ടുവരുന്നു. എന്താണ് അതിന്റെ കാരണം? ഞങ്ങൾ അന്വേഷിക്കുന്നു. അപ്പോൾ ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പൊ BJP-യിലേക്ക് മാറിപ്പോകുന്നില്ല. അതാ ഒരു കാര്യമുണ്ടോ? അവർക്ക് ഇപ്പോഴത്തെ യൂത്തിന് അനുസരിച്ച് ഇവിടുത്തെ ജോലി ഇല്ലാതെ വരുമ്പോൾ അവരെ ആശ്രയിക്കുന്നതല്ല ഇപ്പം മോദി ഗവൺമെന്റിനെയാണ് അവർ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അവർ വരണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാം BJP-യിലേക്ക് ഒഴുകി പോകുന്നത്. ചെറുപ്പക്കാർ മാത്രമല്ലല്ലോ, രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരും ഇപ്പൊ BJP-യിലേക്ക് ഒഴുകുമല്ലേ. എന്നാലും ചെറുപ്പക്കാരുടെ ഒരു വികസന സാധ്യതകൾ നമ്മളൊക്കെ ഇനി വയസ്സായി, നമ്മളൊക്കെ ഇനി അങ്ങ് പോകും. ഇനി വരുന്ന തലമുറ എന്താണ് ആഗ്രഹിക്കുന്നത് അതേ നടക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഞങ്ങളൊക്കെ ഇപ്പം അരങ്ങത്തുനിന്ന് ഒഴിവാക്കാൻ പോവുക, ഞങ്ങളെയൊക്കെ കളയുവാണ് ആൾക്കാർ. ഇവിടെ ചെറുപ്പക്കാർ വരട്ടെ, അവരാഗ്രഹം നടക്കട്ടെ, അതേ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ യുവാക്കളാണ് കൂടുതലും ഈ ഒരു പാർട്ടിയിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ഏത് പാർട്ടിയിലും? BJP എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് വലിയ ആൾക്കാരും ആകർഷിക്കപ്പെടുന്നുണ്ട്. എന്താണ് അതിന്റെ ഒരു കാരണം? കാരണം പറഞ്ഞാൽ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലാക്കണം, ഏതിനും നവമാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പുതുമ ആഗ്രഹിക്കുന്ന ആൾക്കാർ. നേരത്തെ കോൺഗ്രസ് പാർട്ടിയൊക്കെ ഭരിച്ചു രാജ്യത്ത്. വർഷമായിട്ട് വോട്ട് ചെയ്യുന്നുണ്ട്. ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണാൻ തുടങ്ങിയ കാലം മുതലേ LDF അല്ലെങ്കിൽ UDF അല്ലെങ്കിൽ LDF. നിലവിൽ ഭരണത്തിൽ തൃപ്തിയുണ്ടോ? ഇതായിരിക്കും എന്റെ ക്വസ്റ്റ്യൻ. പിന്നെ ചെറുപ്പക്കാരെന്നുള്ള രീതിയിൽ ഒരു വിഭാഗം ആളുകൾ ഇപ്പോൾ ഈ പുതിയൊരു അക്കൗണ്ട് BJP എന്ന് പറയുന്നൊരു പാർട്ടിയിലേക്ക് ഒഴുകി മാറുന്നു. ഇതിന്റെയൊക്കെ ഒരു സീക്രട്ട് എന്തായിരിക്കും? അങ്ങനെ എന്തെങ്കിലും ലഡ്ഡു പറയാമോ? പറയാനാണെങ്കിൽ ഇപ്പം എന്റെ വാർഡ് തേവള്ളി ഡിവിഷനാണ്. അവിടെ കൗൺസിലർ BJP. ഞങ്ങള് എല്ലാരും ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് BJP-ക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ വാർഡിൽ നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നാലും ഏത് സമയത്ത് പോയി പറഞ്ഞാലും വികസനമുണ്ട്. ഞങ്ങളുടെ ആ സൈഡിലായാലും വികസനം ഉണ്ടല്ല. വരുന്ന പാർട്ടികളിൽ ഒരു മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുമ്പോൾ BJP വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? മൊത്തത്തിൽ ആഗ്രഹമുണ്ട്. നമുക്ക് തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്, BJP-യിലേക്ക് മാറുന്നു. എന്താണ് അതിന്റെ കാരണം അറിയാമോ? BJP അവരെന്തെങ്കിലും ചെയ്യുന്നുള്ളൊരു വിശ്വാസമുണ്ടോ? അപ്പൊ ഇതുവരെയുള്ളവരാരും ചെയ്തില്ല. ചെയ്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആയിട്ട് മുതിർന്ന് പോയിട്ടില്ല. ആരും ഒന്നും ചെയ്യത്തില്ലെന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ അങ്ങോട്ട് പോകാൻ. എന്നാൽ പിന്നെ നമുക്ക് ഇത് ചെയ്യേണ്ട കാര്യമില്ല. BJP-യിലേക്ക് ഒരുപാട് യുവാക്കൾ ആകർഷിക്കപ്പെടുന്നുണ്ട്. ആൾക്കാർ വരുന്നുണ്ട്. യൂത്ത് അത് ഈ മറ്റുള്ളവരെ ഭരണം കണ്ട് ആൾക്കാർക്ക് മടുത്തിട്ടുണ്ടാവും തീർച്ചയായിട്ടും. ആൾക്കാർ വർഷങ്ങളായിട്ട് പിന്നെ ഉൾക്കൊള്ളുന്നില്ലേ, അവർക്ക് അത്രയും മടുത്തോണ്ടായിരിക്കും. യുവാക്കൾ എന്ന് വെച്ചാൽ ഒരു പുതിയ തലമുറയാണ് തീർച്ചയായിട്ടും പുതിയ തലമുറ വരുന്നുണ്ട്. അല്ലാതെ തന്നെ ആൾക്കാർക്ക് വിശ്വാസം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയല്ലേ ചെയ്യത്തുള്ളൂ. തീർച്ചയായിട്ടും ആ ഒരു പുതിയ തലമുറയ്ക്ക് ഒരു പ്രതീക്ഷയുണ്ടോ? BJP-യുടെ അക്കൗണ്ട് തുറക്കുമെന്നോ അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ? പക്ഷെ തീർച്ചയായിട്ടും കാണും. അല്ല നമ്മൾ മുമ്പ് കാണുന്നതിൻ്റെയും കാട്ടി വിപരീതമായിട്ട് ഒരുപാട് മാറ്റം, അവർക്ക് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും ഒരുപാട് വന്നിട്ടുണ്ട്. കാരണം നല്ല രീതി, അതായത് നല്ലതിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കും അതിനകത്തൊക്കെ മാറുന്നു പറഞ്ഞ് മനസ്സിലായില്ലേ. ഈ നമ്മളിപ്പോഴുള്ള സർക്കാരിന്റെ കേസ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ 10 വർഷം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ സ്ഥിരം എന്തെല്ലാം കാര്യങ്ങൾ കാണുന്നുണ്ട് അല്ലേ. അത് തന്നെയാണ് മെയിനായിട്ടുള്ള മാറ്റം ഉണ്ടാകുന്നത്. ആൾക്കാർക്ക് ഉപയോഗമുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആരായാലും ഏത് പാർട്ടിക്കാരായാലും ആരെങ്കിലും വെറുക്കത്തില്ല. അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും അത്ര. അപ്പം ഇവിടെ BJP-ക്ക് അക്കൗണ്ട് പലയിടത്തും തുറന്നിട്ടുണ്ട്. തുടരും. അത് തുടർന്നേ പറ്റൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ BJP-ക്ക് അത് ഇപ്പം നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ആണെങ്കിലും നല്ല ഇതാണ്, കഴിവുള്ളൊരു വ്യക്തിയാണ് ആശാനാഥ്. കാര്യം
രാജ് സാറ്. അപ്പം അടൂരാന്നേലും ആശാനാഥനെ നിർത്തണം. അത് തമിഴ്നാടിനെക്കാട്ടി കൊച്ചാണ് നമുക്ക് കേരളം. പക്ഷെ ഇത്രയും ഡെവലപ്പായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ രാഷ്ട്രീയം നോക്കിയല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമുക്ക് സീറ്റ് കിട്ടും, BJPക്ക് സീറ്റ് കിട്ടും. ഇപ്രാവശ്യം ഒരു 4-5 സീറ്റെങ്കിലും നമുക്ക് കിട്ടും. രാജീവ് ചന്ദ്രശേഖർജി അങ്ങനെ കുറച്ച് നല്ല സീറ്റുകൾ 5 സീറ്റ് നമുക്ക് കിട്ടും. കാസർഗോഡ് കിട്ടും, 5 സീറ്റ് കിട്ടും. ശോഭാജി കിട്ടും. ഞാൻ ബാക്കി പറയുന്നില്ല. തീർച്ചയായിട്ടും ഒരു പ്രൈം മിനിസ്റ്റർ എന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. വികസനത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും അത് അങ്ങനെ വേണമല്ലോ. നമ്മളെല്ലാവരും ഇവിടെ ജീവിക്കുന്ന ഒരു മനുഷ്യരല്ലേ, കേട്ടിട്ടുള്ള മനുഷ്യരാണ്. പക്ഷേ ഈ പ്രൈം മിനിസ്റ്റർ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. 100% അത് റൈറ്റാണ്. അപ്പൊ ഏതായാലും അതൊരു വികാരമാണ്. ആ ചേട്ടൻ ശരിക്കും പറയാൻ ഭയങ്കര ഇമോഷണലി തന്നെയാണ് പറയുന്നത്. അടിപൊളി. നരേന്ദ്രമോദി ചങ്കൂറ്റുള്ളല്ലേ. ഇപ്പൊ നമുക്ക് ഗ്യാസിന് ഷോർട്ടേജ് ഉണ്ടോ? ഒരു ഷോർട്ടേജും ഇല്ല. അത് പുള്ളിയുടെ കഴിവാണ്. ഒരു പ്രൈം മിനിസ്റ്റർ വന്നിട്ട് തീർച്ചയായിട്ടും അത് കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഞാൻ ആ പാർട്ടി അല്ലെന്ന് ഞാൻ പറയുന്നില്ല, ആണെന്ന് ഞാൻ പറയുന്നില്ല. അത് എന്റെ ഇമോഷൻ ഒരു ജനം എന്നുള്ള രീതിയിലാണ് തീർച്ചയായിട്ടും ഞാനൊരു സമൂഹത്തിൽ ഇങ്ങനെ മനസ്സിലാക്കി ഇന്ത്യൻ പൗരനാണ്. തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്ക് വെറുക്കുന്ന വെച്ചാൽ ഗ്രൂപ്പിസമാണ്. കോൺഗ്രസ് എന്ന് വെച്ചാൽ ഗ്രൂപ്പിസം ഒത്തിരി. ഇപ്പൊ സുധാകർജിയുടെ തന്നെ കണ്ടില്ലേ, ആ ഗ്രൂപ്പിസം കാര്യം നമുക്കത് പറ്റത്തില്ല. നമുക്കൊരു സാധാരണ പൗരനാണ്, നമുക്ക് എങ്ങനെയും ചിന്തിക്കാം. കാരണം മെയിനായിട്ടൊരു മാറ്റം ആവശ്യമാണ്. അത് തന്നെയാണ് നമ്മൾ ഈ കേരളത്തിൽ കാണുന്നത്. ഒന്നിൽ വലുത് അല്ലെങ്കിൽ ഇടത് എന്നുള്ള സംഗതിയാണ്. ഒരു മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല, ശരിയായ മാറ്റം ഉണ്ടാവുന്നില്ല. അതൊരു വലിയ കാരണമായിരിക്കും. അത് പിന്നെ മാത്രമല്ല നമ്മൾ കാണുന്നില്ലേ വികസനങ്ങൾ എവിടെ നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന വികസനങ്ങൾ എന്ത് കാര്യമായിട്ടാണ് എഫക്റ്റീവായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ NH-6 ആയാലും നമ്മുടെ ട്രെയിനോ ഈ പറഞ്ഞ ഉള്ള ഡെവലപ്മെന്റ്സ് ഒക്കെ അവർ കുറച്ച് നല്ല ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. സെൻട്രൽ നമ്മൾ കാണുന്നില്ല. ഇപ്പൊ മോദി ഒരു ഫേസ് ആണല്ലോ കക്ഷിയുടെ ആ ഒരു സംഗതി. അതായത് അതേ ഒരു സ്വാത്വികനായ ഒരു കക്ഷി ജനനന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരാള് നമ്മളെ ഇവൻ കാണുന്ന വിദേശികളുടെ എത്രയാണ് കുറിച്ച് പറയുന്നത്. നല്ലൊരു നേതാവ് വേണം. അത് ആ കക്ഷിക്ക് ബാക്കപ്പ് ചെയ്യുന്ന ഒരു കോർഡിനേഷൻ നല്ല ആൾക്കാർ വേണം. അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പുതിയൊരു ഭരണമാറ്റം എന്തായാലും വേണമല്ലോ. 10 വർഷം എന്തായാലും LDF ഭരിച്ചു. ഇപ്പൊ BJP നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നു. നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നതാണ്. ഇതുവരെ കേരളത്തിൽ LDF കഴിഞ്ഞാൽ UDF കഴിഞ്ഞാൽ LDF അങ്ങനെയായിരുന്നു. അപ്പൊ BJPക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത വളരെ കൂടുതലായി വരുന്നുണ്ട്. കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി ജനങ്ങളിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ 10 വർഷം LDF ഭരിച്ചതിൻ്റെ ആ ഒരു കുറച്ച് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അവർക്ക് ഒന്ന് മാറി ചിന്തിക്കണമെന്നുള്ള ഒരു ഇത് വരുന്നുണ്ട്. നമ്മൾ കണ്ടുവരുന്നത് LDF UDF മാറി എന്നിരുന്നാൽ പോലും BJPക്ക് എന്തായാലും നല്ലൊരു സാധ്യത ഉണ്ട്. BJPയുടെ ആ ഒരു മുന്നേറ്റം പലയിടത്തും നടക്കുന്ന ആ ഒരു വികസനം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാർ ഒരുവിധപ്പെട്ടവരൊക്കെ അതിൽ വിശ്വസിക്കുന്നു. അത് കൂടുതലും ലേഡീസാണ്. പെണ്ണുങ്ങൾ ഏറ്റവും കൂടുതൽ BJPയിലേക്ക് ലേഡീസും അത് തുറന്നു പറയുന്നില്ല. ഇപ്പൊ ഒരു പോള് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാരും അത് ചെയ്യും. BJPക്ക് വേണ്ടിയായിരിക്കും ഒരുവിധപ്പെട്ടവരെല്ലാം ചെയ്യുന്നത്. അവർ വരണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇപ്പൊ ഞങ്ങളിപ്പം 17 വർഷമായിട്ടുള്ള നമ്മുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുന്നത്, ഈ 5 വർഷം ഓരോരുത്തർ ഇങ്ങനെ മാറി ഭരിക്കുന്നതല്ലാതെ നാടിനൊരു മാറ്റം വരുന്നത്. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ഇതാ. തുറന്നിടുന്നു കഴിഞ്ഞു പോയി, മെയിൻ്റെനൻസ് ഒരു പരിപാടിയില്ല. ചെറുപ്പക്കാരും BJPയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ മാറ്റം പ്രതീക്ഷിക്കുക. മനസ്സിലായില്ലേ? അവരുടെ വീട്ടിൽ പറയുന്ന കാര്യങ്ങളായിരിക്കാം, അവരുടെ പേരൻസ് പറയുന്ന കാര്യങ്ങളായിരിക്കാം. ഇത്രയും വർഷക്കാലം ഭരിച്ചിട്ടുകൂടെ എന്തുണ്ടായി? അടിസ്ഥാനമായ സൗകര്യങ്ങൾ നേരെ ജീവിക്കണം, സമാധാനത്തോടെ കഴിയണം, അത്രയേ ഉള്ളൂ. ആ ഒരു മാറ്റം നമുക്ക് വരണം, നമ്മുടെ സംസ്ഥാനത്ത് വരണം. അപ്പോൾ ഏതായാലും ഒരു മാറ്റം ആഗ്രഹിക്കുന്ന തലമുറയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വലിയ രീതിയിൽ അവരുടെ മാറ്റം അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ തന്നെ പ്രകടിപ്പിക്കുന്നത് എന്നാണ് ജനം പറയുന്നത്.